ഞാൻ എന്താണ് ഈ കോട്ടിട്ടിട്ട് കഥ പറയാൻ വന്നിട്ടുണ്ടെന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. കോട്ടിൻ്റെ കഥ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ പറയാട്ടാ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമേരിക്കയിൽ പോയതും കല്യാണം വരെ എത്തി നിൽക്കുന്ന ഭാഗങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അത് ഇതുവരെ കാണാത്ത ആളുകൾക്ക് അവിടെ ചെന്ന് നോക്കിയിട്ട് ഇവിടേക്ക് വരാം. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെഡി പൂപ്പാ. കല്യാണത്തിൻ്റെ ഇടയിലെ പൊറോട്ട എന്തൊരു പേരല്ലേ. ഈ സിനിമയ്ക്കൊക്കെ പേരിടാൻ ഇനിയിപ്പോൾ എന്നെ എങ്ങനെ വിളിക്കണോ? അത്ര സൂപ്പർ പേരുകളാണ് നമ്മുടെ അല്ലേ. അല്ലെ കൊണ്ട് എന്തോ ഒരു കഴിവുണ്ട് കേട്ടാ. ഇല്ല എല്ലാവർക്കും ഇങ്ങനെ ഇത്ര ഒരുപാട് കഴിവ് കൊടുക്കരുത്. എന്താണാവോ? ഓക്കെ, അപ്പോൾ കല്യാണ വീട്ടിൽ രാവിലെ ഉണ്ടായ തിക്കുനിരക്കപ്പെടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തിക്കുനിരക്കിൻ്റെ ഇടയിൽ ബാബങ്ങൾ വന്നിട്ട് പറഞ്ഞു, നവിയെ ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ? നീ ആ കുട്ടിക്ക് അങ്ങനെ വല്ല ഫുഡ് എടുത്തോ. ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുക, ഹോട്ടലിൽ നിന്ന് ഇറങ്ങാമെന്നൊന്നും അറിയില്ല. എനിക്ക് വലിയ കാര്യമായിട്ട് വിശക്കണമൊന്നുമില്ല. നീ എന്തെങ്കിലും എടുത്തോ. അതല്ല വെച്ചെങ്കിൽ ഞാൻ കാറ് തരാം, നീ വല്ല മാക്ഡൊണാൾഡ്സിൽ അങ്ങനെ പോയിട്ട് ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് കാറ് തന്ന് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ചരമാടി എന്തെങ്കിലും കൂടി കൂടുണ്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്കളെ ഞാൻ കാറ് നിൽക്കണില്ല. കല്യാണത്തിൻ്റെ തലേദിവസം നടന്ന ചടങ്ങിൽ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പൊറോട്ടയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്കിള് ആൻറ്റി അവിടെ റെഡി ആവണം നേരത്തെ ഞാൻ വന്നിട്ട് ഒരു ചില്ലി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന്യൂസിലാൻഡിൽ ഐസൊക്കെ ഇട്ട് വയ്ക്കണ അതിനാണ് കേട്ടോ. പല രാജ്യത്തും പല പേരാണതിന് പറയണേ. അതിൽ പോയിട്ട് എന്ത് ചെയ്തു വെച്ചെങ്കിൽ ഒരു 4 പൊറോട്ടയും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ കുറച്ച് വളബി ഒലത്തിയതും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മുടെ ബീഫ് ഒലത്തിയതും പ്രിങ്ങൂന് വേണ്ട കുറച്ച് ക്രോസോൺസും പിന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ ഈ പറഞ്ഞ നിലയ്ക്ക് ഇവർ ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല എന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആൻറ്റി അവിടെ നിന്ന് ഇടയിൽ കൂടെ ഓടി വന്നിട്ട് പാണാ ഞാനും കൂട്ടും ചെമ്പും കൂട്ടാന്ന് പറഞ്ഞു. ആ കഥ നിങ്ങൾക്കറിയോ? കൊള്ളിക്ക് അറിയാം. ഈ പാണാ ഞാനും കൂട്ടും ചേമ്പും കൂട്ടാന്ന് പറഞ്ഞാൽ പാണൻ എന്ന് പറയുന്നത് ഒരു ജാതി പേരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇനി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയിട്ട് വരണ്ട കേട്ടാ. ഈ കഥ ഇങ്ങനെയാണ് നിൽക്കണേ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പാണൻ്റെ പേര് മാറ്റാം, എൻ്റെ പേരാക്കാം. അത് കഴിഞ്ഞിട്ട് ഗോൾഡ പാണൻ്റെ ഭാര്യ പാണത്തിയായിട്ട് നമുക്ക് ഗോൾഡനും വെക്കാം. അപ്പം ഇനി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വേണ്ട. എന്താ കഥ വെച്ച് കഴിഞ്ഞാലേ, ഈ നവീന് എന്താ ജോലി ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഓരോ വീട്ടിൽ ചെല്ലുക, കൃഷിക്ക് ഹെൽപ്പ് ചെയ്യുക, തെങ്ങിൻ്റെ കടമാന്ത്, ഇതൊക്കെയായിരുന്നു ജോലി. അപ്പോൾ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യുക വെച്ചെങ്കിൽ ആ സമയത്ത് സീസണലായിട്ടുണ്ടായിരുന്ന ഒരു ഭക്ഷണം, ഇപ്പോൾ കപ്പക്കിഴങ്ങാണെങ്കിൽ കപ്പക്കിഴങ്ങ്, ചേമ്പാണെച്ചെങ്കിൽ ചേമ്പ് കൊടുത്തു വിടും. അപ്പോൾ ചേമ്പിൻ്റെ സീസൺ ആച്ചെങ്കിൽ എല്ലാ ദിവസവും ചേമ്പിൻ്റെ കറി ആയിരിക്കും വീട്ടിലുണ്ടാവുക. അപ്പോൾ ഈ നവീൻ്റെ ഭാര്യ ഗോൾഡ് എന്ത് വെച്ചെങ്കിൽ എല്ലാ ദിവസവും ചേമ്പ് കറി കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നും ഈ നവീൻ്റെ അടുത്ത് പോകുന്നത് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയും. ഈ കംപ്ലയിൻറ്റ് പറഞ്ഞ് സഹി കേട്ടിട്ട് ഒരു ദിവസം പറഞ്ഞു, ഇനി മേലെ നിങ്ങൾ ഈ ചേമ്പ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യ പട്ടിണി കിടക്കാൻ തുടങ്ങി. അപ്പോൾ ഭാര്യ ഇങ്ങനെ കുറേ ദിവസം പട്ടിണി കിടന്നിട്ട് മെലിയണമില്ല, ക്ഷീണിക്കണമില്ല. അപ്പോൾ ഒരു ദിവസം പണിക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നവീൻ എന്ത് ചെയ്തു, വീടിൻ്റെ പിന്നാമ്പുറത്ത് പോയിട്ട് ഒളിച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനെ അടുക്കളയിലേക്ക് പതുക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായ വെച്ചാൽ ഈ ചേമ്പും കറി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൺകലത്തിൻ്റെ അടി ഉണ്ടാവുമല്ലോ, അവിടെ ഈ ചേമ്പ് ഇങ്ങനെ മുകളിൽ നിന്നുള്ളത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. ഇത് ചുരണ്ടിയിട്ട് ഈ ഭാര്യ ഇങ്ങനെ ഇരുന്ന് തിന്നുമായിരുന്നു. അത് ഈ പുള്ളി ഇവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടു. പുള്ളി എന്ത് ചെയ്തു, അടുത്ത ദിവസം ഈ ചേമ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്തു വെച്ചെങ്കിലേ കുറച്ച് എണ്ണയും കൂടെ പരത്തിയിട്ട് നീ ഒരു കാര്യം ചെയ്യും ഭാര്യ എന്നും പറഞ്ഞിട്ട് ഈ പാത്രം മൊത്തത്തിൽ കമത്തി. അങ്ങനെ കമത്തി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മൊത്തം ചേമ്പ് കറി ഈ പാത്രത്തിൽ വന്ന് വീഴുകയും നവീൻ ഇത് മൊത്തം കഴിക്കുകയുണ്ടായി. പിറ്റേ ദിവസം ഇതേ സമയത്ത് ഊണ് കഴിക്കാൻ വന്നിരുന്നിട്ടുള്ള നമ്മുടെ നവീൻ എന്ത് വെച്ചെങ്കിൽ ഈ പാത്രം എടുത്തിട്ട് വീണ്ടും കമത്തണ സമയത്ത് ഭാര്യ വന്നിട്ട് പറയാണ്, നവീനെ ഞാനും കൂട്ടും ചേമ്പും കൂട്ടാന്ന്. അതായത് ആക്ച്വലി പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ടായിരുന്നു, അത് പുള്ളി പിടിച്ചു. അതുപോലെ ആൻറ്റി അവിടെ നിന്ന് ഓടി വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതേ നീ എടുക്കണതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 പാക്കറ്റ് പൊറോട്ട പണി അധികം എടുത്തോട്ടാ, നമുക്കൊക്കെ വിശക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. കല്യാണത്തിൻ്റെ ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും വിശന്നു. അങ്കിളിനും വിശന്നു, എനിക്കും വിശന്നു, പ്രിങ്ങുവിനും വിശന്നു, എല്ലാവർക്കും വിശന്നു. പൊറോട്ട നല്ല എന്ത് കിട്ടിയാലും തിന്നുന്നുള്ള അവസ്ഥയായി. എന്നിട്ട് ഇതേ ഞങ്ങൾ പതുക്കെ വണ്ടി എടുത്തിട്ട് നമ്മുടെ പള്ളിയുടെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴാണ് ആ കാണാണ് നമ്മുടെ പള്ളി. അവിടെ കുറച്ച് കാറൊക്കെ പാർക്ക് ചെയ്തിട്ടില്ലേ, അതൊക്കെ നമ്മുടെ ബന്ധുമിത്രാദികളാണ്. ഞങ്ങൾ അവിടെ നിന്ന് 1 ഇഞ്ച് മാറി ഇങ്ങോട്ടേക്ക് ചെറിയ സ്ട്രീറ്റ് കൂടെ ഇങ്ങനെ വന്നിട്ട് കടയിൽ പോകാൻ കഴിയാഞ്ഞിട്ട് നമ്മുടെ വോളബിയും പൊറോട്ടയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് അമ്മയും അനന്തരവനും ഭാര്യയും ഇവിടെ കാറിൽ മാറിയിട്ട് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് അവർക്ക് തരി വെള്ളം കൊടുക്കണ്ടെന്ന് ചോദിച്ചപ്പോ പറയണേ അവരൊക്കെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഭക്ഷണം കഴിച്ചോ രാത്രി ഡിന്നറുണ്ട്. എന്നിട്ട് ഇരുന്ന് ചിരിക്കുക. ആന്റിക്ക് അത്ര ചിരി വരുന്നില്ല, അവർക്ക് കൊടുക്കണമെന്നാണ് ആന്റി പറഞ്ഞേ.
ആന്റി വല്ല നമ്മുടെ ദൈവമല്ല 5,000 എത്തിക്കുക. ആകെ 4 പൊറോട്ടുള്ളൂ. സംഗതി പള്ളിയാ, പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ചെന്ന് വലുതാവില്ല. 4 പൊറോട്ടി 2 കുളമീൻ. അതെ, 2 ബീറും. അയ്യോ വൈറ്റുകളോ എന്റെ പൊന്നെ, എന്തൊക്കെ കാണണം ആലോചിക്കണത്. എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് സെല്ലാൻഡിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സെല്ലാൻഡിക്ക് കിളി പോയ പോലെ ഇരിക്കണേ. ഓക്കെ, ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പള്ളിയിലുള്ള എന്താ നടക്കണേ നോക്കാം. എഡ്വിൻ, എടാ നെർവസ് ആണോടാ? നെർവസ് ആയാ നീ? കുറച്ച്. ഓക്കെ ജെഡി, ഓ ഗുഡ്. നീ നെർവസ് ആണോ? നെക്സ്റ്റ് കല്യാണം കഴിക്കാനുള്ള 2 ആൾക്കാരാണ്, ജെഡിയും എഡ്വിനും. ജെഡിമോൻ മുടിയൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീശക്കാരഞ്ഞാട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. Is that the flowers? You supposed to take it inside the church? Okay, lovely. You both look nice, beautiful. No, it's a filming. Okay. All your actions gonna be on the video, no worries. Why you guys left behind? What happened? It's a party bus, eh? Yeah. So you guys were drinking inside. Don't. Why would we do that? Before the mass? Oh. The Mori Cubana? No. Nah, we can't do it, right? No, we can't. Very honest lady. Very honest. Oh, I like that. Yes, Exactly. yes. Thank Okay. you. This is the time and place for I know. God bless you. See, I think you a little bit excited, but Eric look tensed. Yes. He's nervous. He's nervous, I eh? think I'm excited now because I'm not in it, but once I get there, I'm going to be like, okay. Are you sure? I think so because I'm already feeling the butterflies just thinking about going down there. Okay, no worries. Yes. ഇനി കല്യാണം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം നമ്മൾ മറ്റുള്ള പല കൺട്രീസിലും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞ പരിപാടി, അതായത് വിവാഹം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ, ആ പരിപാടി എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം ലിവിങ് ടുഗെദർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം പിന്നീട് വേറൊരാളെ ആയിരിക്കും വിവാഹം കഴിച്ചിട്ട് ലൈഫിൽ ലാസ്റ്റ് സെറ്റിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അതല്ലാച്ചെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് വയസ്സാം കാലത്തായിരിക്കും വിവാഹം കഴിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്ന ചടങ്ങ് ഒരു ലൈഫിലെ ഒരു വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം വരെ ഇപ്പൊ കുറച്ചൊക്കെ മാറ്റം ഉണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ആണ് കൾച്ചർ. ഇപ്പൊ നമ്മുടെ കൾച്ചറൊക്കെ ഒരുപാട് മാറി വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഈ കല്യാണത്തിന് വന്നിട്ടുള്ള എല്ലാ ആളുകളും തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തൃശ്ശൂർ പൂരത്തിന് അമിട്ട് വിരിഞ്ഞ പോലെയാണ് ഇന്ത്യൻ കോസ്റ്റ്യൂംസ് അല്ലേ. നല്ല അടിപൊളി കളേഴ്സ് ആണ്. എല്ലാവരും നല്ല ഭംഗിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് കളർഫുൾ ആംബിയൻസ് ആയിട്ട് ഒന്നുകിൽ ഒരു മണ്ഡപത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമ്മളെ വിഷ് ചെയ്യാനായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ ഇഷ്ടപ്പെടാത്തവരും വിളിച്ചവരും വിളിക്കാത്തവരും എല്ലാവരും ആയിട്ടുള്ള ആളുകൾ കുറച്ച് നേരം നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നു. നമ്മുടെ കംപ്ലീറ്റ് പരിപാടിയിലും അവർ പങ്കെടുക്കുന്നു. നമുക്കൊരു സെലിബ്രിറ്റി ഫീലിംഗ് ആണ് അന്ന് ശരിക്കും കിട്ടുന്നത് അല്ലേ. ജീവിതത്തിൽ ഒരു പക്ഷേ സിനിമയിൽ അഭിനയിക്കണം എന്നില്ല, അതല്ലെങ്കിൽ ഒരു കവിത എഴുതണം എന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വ്ളോഗ് ചെയ്യണമെന്നില്ല, എന്തൊന്നില്ലെങ്കിലും നമ്മൾ അന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലാണ്. നമ്മളാണ് അന്നത്തെ സെലിബ്രിറ്റി. ഇത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ചടങ്ങ് പലവിധമായിക്കോട്ടെ, പക്ഷേ ഈ വിവാഹം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഓസ്പീഷ്യസ് മൊമെൻ്റ് എന്ന് പറയില്ല, അല്ലെങ്കിൽ ഒരു ഓസം ബ്യൂട്ടിഫുൾ മൊമെൻ്റ് എന്ന് പറയുന്ന ഈ ഒരു മൊമെൻറ്റിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൺസ് അഗെയിൻ എറിക്കിനും ഷാനിക്കും ഹാപ്പി മാരീഡ് ലൈഫ്. ഭൂപ്പാ. ഈ സംഭവത്തിന് ഒരു മാറ്റമില്ല കേട്ടോ. എവിടെ പോയാലും എല്ലാ കല്യാണ ചക്കന്മാരുടെയും പെണ്ണുങ്ങളുടെയും പേടി സ്വപ്നം ദേ ഇങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക. ഒരു 50 ഫാമിലിയുടെ കുരു പൊട്ടും അല്ലേ ഗോൾഡേ. അപ്പോൾ നമ്മുടെ പള്ളിയിലെ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇനി മണ്ഡപത്തിലോട്ട് പോകണം കേട്ടോ. ദേ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. ചെക്കനും പെണ്ണും ആദ്യം അങ്ങോട്ട് കയറിപ്പോയി. എനിക്ക് പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള സമയം കിട്ടില്ല. അതിനേക്കാൾ പിന്നെ അവർ കയറി വണ്ടി കയറുന്നില്ല, അതുകൊണ്ട് എടുക്കായിരുന്നു. ബാബങ്ങൾ സെക്യൂരിറ്റിയുടെ പോലെ സൈഡിൽ മാറിയിട്ടുണ്ട്. എന്താണാവോ, നമ്മുടെ പൊണ്ടാട്ടീനെ ഈ കൂട്ടത്തിലൊന്നും കാണാമല്ലോ. ആ അതേ പോണു കോൾഡാ.
ഇനിയാണ് റിസപ്ഷൻ. വൈകിട്ട് 6 മണി മുതൽ. ഈ കാണുന്നതാണ് റിസപ്ഷൻ ഹാള്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു ബാർ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അൺലിമിറ്റഡ് ആൽക്കഹോള് പ്രായപൂർത്തിയായ എല്ലാവർക്കും ഇവിടുന്ന് അളന്ന് കൊടുക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിലും കഴിക്കാം. തൊട്ട് ഫ്രണ്ടിലായിട്ട് എറിക്കിൻ്റെയും ഷാനിയുടെയും ഒരു ക്യാൻവാസിൽ ഫോട്ടോ ചെയ്തത് വെച്ചിട്ടുണ്ട്. വരുന്ന ആളുകൾക്കൊക്കെ അവിടെ ആശംസകൾ എഴുതി ഒപ്പിടാം ആരാണ് വന്നിട്ടുള്ളതെന്നൊക്കെ. ഒപ്പിടലും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹാളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുഡെല്ലാം എല്ലാ ടേബിളിൻ്റെ മുകളിലും സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നിവിടെ മെഡിറ്ററേനിയൻ ഫുഡാണ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ജോലി ചെയ്യാൻ കരുതും ഒരു മെഡിറ്ററേനിയൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു മഷ്റൂമിൻ്റെ ഒരു ഡിഷ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു ഡിഷ് ഉണ്ടായിരുന്നു. ആപ്പറ്റൈസറായിട്ട് നല്ലൊരു ഗ്രീക്ക് സാലഡ് അടിപൊളിയായിരുന്നു. സീസർ സാലഡ് വാസ് ഓക്കെ. സാലമൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫുഡ്. ഓവറോൾ എനിക്ക് പറയാനുള്ളത് ഫുഡ് ആൻഡ് സർവീസ് വാസ് ലൈക്ക് ഓസം. എനിക്ക് തോന്നുന്ന ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു US വെഡ്ഡിങ്ങിലെ ഫുഡ് എക്സ്പീരിയൻസ്. ടോട്ടൽ US ഫുഡെല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ക്യാമറ ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബാബുങ്കളും ആൻറ്റിയും കൂടിയിട്ട് ഈ ഹാളിൻ്റെ ഉള്ളിലേക്ക് പാട്ട് വെച്ചിട്ട് ഇങ്ങനെ എൻട്രി ചെയ്തു. But I wanna step outside and take it all in. 'Cause baby, it's like a light storm to be yours. Thunder crashing till the sky's torn. You're like a light storm, a light storm. പാട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്പീച്ചിനായിട്ട് ഓരോരുത്തരനെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് ചെറുക്കനും പെണ്ണും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്കിളിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള സ്പീച്ച്. അങ്കിളാണെങ്കിൽ തൊണ്ടയിൽ ഇങ്ങനെ വെള്ളം കിട്ടാണ്ട് ഇങ്ങനെ വെള്ളം അടിച്ച് തൻ്റെ കോൾ എപ്പോഴാണ് വരിക നോക്കിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എറിക്കിൻ്റെ അനിയൻ ഇടയിൽ സ്പീച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ കഴിയുമ്പോഴൊക്കെ ഞാൻ നോക്കണം അങ്കിളിൻ്റെ പേര് മാത്രം വിളിക്കുന്നില്ല. അങ്കിൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മറ്റേ റേഷൻ കടയിലേക്ക് എലി വന്ന് നോക്കണ പോലെ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അങ്കിളിൻ്റെ പേര് ഇതുവരെ വിളിച്ചിട്ടില്ല. സ്പീച്ച് എപ്പോഴാണ് പറയേണ്ടി വരുന്നത് ടെൻഷൻ അടിച്ച് നിൽക്കണ ബാബുങ്ങളെന്നെ അമ്പരിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ ഫ്രാങ്കോ ചേട്ടൻ്റെ പാട്ട്. ചെമ്പകമേന്നൊക്കെ പാട്ട് പാടിയിട്ടുള്ള ഈ ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ ചേട്ടൻ നമ്മുടെ ഒരു ബന്ധുവും കൂടിയാണ് കേട്ടോ. അപ്പോൾ പുള്ളിയും കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പാട്ട് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ചെറുക്കനും പെണ്ണൊക്കെ മന്ത്രകൂടിയും കാര്യങ്ങളൊക്കെ മാറിയും മറിഞ്ഞും പല പല പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ എറിക്കിന് നമ്മുടെ അവിടെ നിന്നിരുന്ന ആങ്കർ കാര്യങ്ങളൊക്കെ പറയാനുള്ള ആങ്കർ ഇല്ലേ, പുള്ളിക്കാരന് ഒരു ചലഞ്ച് കൊടുത്ത്. MC മാക്ഡൊണാൾഡ്സാ അങ്ങനെ പറയാ. MC എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക് ഉണ്ടല്ലോ, ഒരു വിസ്കിയോ ബ്രാൻഡി എന്നിട്ട് MC മാക്ഡൗൾസ് MC എന്നാ പറയാ. അപ്പൊ MC എന്നാ പറയാ. എന്താ MC എന്ന് മാനേജ്മെന്റ് ഓഫ് മാസ്റ്റർ ഓഫ് സെറിമണി. നീ മാസ്റ്റർ എന്നൊക്കെ പറയാൻ തുടങ്ങി. കഴിഞ്ഞ കുട്ടികളിൽ നീ എന്നെ മാസ്റ്ററോ എന്ന് പറഞ്ഞു. ഓക്കെ, സോ ദാറ്റ്സ് മെയ്സ്ട്രോ, ദിസ് ഈസ് മാസ്ട്രോ. ഓക്കെ, മാസ്റ്റർ ഓഫ് സെറിമണി വന്നിട്ട് പറഞ്ഞു ഇതൊരുമാതിരി മുത്തമണി എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ കൊണ്ട്. എനിക്ക് ശരി വന്നില്ല. ഓക്കെ, സോറി. MC വന്നിട്ട് ഒരു ചലഞ്ച് കൊടുത്തു. അതായത് എറിക്കിൻ്റെ കണ്ണ് കെട്ടിയിട്ട്
ഒരു 5-6 സ്ത്രീകളെന്നെ ഇവൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് അവൻ കൈ പിടിച്ച് കഴിഞ്ഞിട്ട് പറയണം ഇവൻ്റെ വൈഫ് ഏതാണെന്നുള്ളത്. അപ്പോൾ അവൻ്റെ അമ്മേനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വേറെ റാൻഡം ആളുകൾ തന്നെ കുറച്ച് ആണുങ്ങളെന്നെയും കൊണ്ട് നിർത്തിയിട്ടുണ്ട്, പിന്നെ ഇവൻ്റെ വൈഫിനെയും ഇവൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്മേനെ അവൻ കറക്റ്റ് പറഞ്ഞു. One or two? Which one is two? The second one? This is two, and then this is one. All right, you win. Oh, here we go. I'd love to thank my parents for supporting me every step of the way. Thank you so much, everybody. I just want everybody to have a good time. Me and Erica have an amazing time, I know already. But I'm more concerned about everybody else. So please, eat, drink, be merry. When the dance floor opens, party like it's 1999, right? Thank you so much, guys. ഞാൻ ശരിക്കും പറഞ്ഞ കല്യാണത്തിന് ആദ്യമായിട്ടാണ് കേട്ടോ DJ പാർട്ടിക്ക് കൂടണേ. ഈ സ്ഥലത്ത് നിന്ന് ചാടി കംപ്ലീറ്റ് പുകയും കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി ഈ കോട്ടിൻ്റെ കഥ അധികമൊന്നുമില്ല. ഈ കല്യാണ പരിപാടിയുടെ ഇടയിൽ ഞാൻ ഈ ക്യാമറയൊക്കെ തൂക്കി നടക്കുന്ന സമയത്ത് ഈവൺ അവരുടെ കല്യാണ ക്യാമറമാനന്മാരും ഞാനും എൻ്റെ ഭാര്യയും ആരും തന്നെ ഞാൻ ഈ വൃത്തിയുള്ള ഒരു കോട്ട് ഇട്ടിട്ട് നടക്കണ ഒരു ഫോട്ടോയോ ഒരു വീഡിയോ രംഗമോ ചിത്രീകരിച്ചിട്ടില്ല. അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ വീണ്ടും ഈ കോട്ട് എടുത്ത് ഇട്ടതാണ്. ആ കൂടി കിട്ടിയത് ഞാനും പോളങ്ങളും കൂടി നിൽക്കണ ഒരൊറ്റ ഫോട്ടോയാണ് കേട്ടോ. ബാക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എൻ്റെ തലയും പാലും ഉണ്ടെന്നല്ലാണ്ട് വേറെ എവിടെയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു എറിക്കിൻ്റെ കല്യാണത്തിന് നമ്മൾ അമേരിക്കയിൽ പോയിട്ട് എവിടെയും ഞാനില്ലെങ്കിലും എല്ലായിടത്തും എൻ്റെ ശബ്ദമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഹോളിവുഡും മറ്റുള്ള കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയ്ക്കും ബൈ ഫോർ നൗ. ബൈ ബൈ.